നമ്മുടെ 10ാം ക്ലാസ് ലൈറ്റിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ വേൾഡ് ഓഫ് റോബോട്ട്സ് അഥവാ റോബോട്ടുകളുടെ ലോകം എന്ന ചാപ്റ്ററിൽ കുറേ ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആക്ടിവിറ്റീസ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. പലപ്പോഴും പലരും പറയുന്നത് ഈ ഒരു ചാപ്റ്റർ കുറച്ച് വിഷമമായിട്ട് തോന്നുന്നു, കാരണം കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ അതിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു LED പ്രകാശിപ്പിക്കുന്ന പ്രവർത്തനത്തിലൂടെയാണ്. ബ്ലിങ്ക് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. ആദ്യം നമുക്ക് ജസ്റ്റ് ഒരു റെഡ് കളർ LED യൂസ് ചെയ്യാം. അത് ജസ്റ്റ് പ്രകാശിപ്പിച്ച് നോക്കുന്ന ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഡയഗ്രം നോക്കുക. ഈ ഡയഗ്രത്തിന്റെ അകത്തുള്ള എല്ലാ കമ്പോണൻസും എല്ലാ ഘടകങ്ങളും നമ്മൾ ഇവിടെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. നമ്മുടെ ആർഡുയിനോ യുനോ ബോർഡ് നോക്കാം. ഈ ഒരു ബോർഡിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കാണുന്ന ചിപ്പാണ്. ഇത് മൈക്രോ കൺട്രോളർ ചിപ്പ് എന്നാണ് പറയുക. നമ്മുടെ ആർഡുയിനോ യുനോ R3 എന്ന് പറയുന്ന ഈ ഒരു ബോർഡിൽ കൊടുത്തിട്ടുള്ളത് ATmega 328P എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ ചിപ്പാണ്. അതായത് ഈ ആർഡുയിനോ യുനോ ബോർഡിന്റെ തലച്ചോറ് അഥവാ ബ്രെയിൻ എന്നറിയപ്പെടുന്നതാണ് ഈ മൈക്രോ കൺട്രോളർ ചിപ്പ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സർക്യൂട്ടുകൾ റെഡിയാക്കുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മുടെ ആർഡുയിനോ യുനോ ബോർഡ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രെഡ് ബോർഡ് വേണം. ഇതിനെയാണ് നമ്മൾ ബ്രെഡ് ബോർഡ് എന്ന് പറയുന്നത്. സോൾഡറിംഗ് ഒന്നും കൂടാതെ നമുക്ക് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള സർക്യൂട്ടുകൾ എളുപ്പത്തിൽ റെഡിയാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ബ്രെഡ് ബോർഡ്. ഈ ഒരു ബ്രെഡ് ബോർഡിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിനകത്തുള്ള ഈ ഒരു ഹോളുകൾ പരസ്പരം കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എങ്ങനെയെന്നുള്ളതാണ്. അത് ഈ ഒരു ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കാണുന്നതിനെയാണ് നമ്മൾ പവർ റെയിൽസ് എന്ന് പറയുന്നത്. ഈ പവർ റെയിൽസ് ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ? അത് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. അതേപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു സെന്ററിൽ കാണുന്ന ഈ ഹോളുകളില്ലേ, ഈ ഹോളുകൾ ഈ രീതിയിൽ നേരെ ഇങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഇവിടെ 5 ഹോളുകളുണ്ട്. ഈ 5 ഹോളുകൾ പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. എന്നാൽ ഈ സൈഡിൽ വരുന്ന ഈ പവർ റെയിലുകൾ താഴോട്ടേക്ക്, അതായത് ഇവിടെ തുടങ്ങിയാൽ ഇങ്ങനെ ഇങ്ങോട്ടായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ? അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് സർക്യൂട്ട് റെഡിയാക്കുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് വേണ്ടത് വയറുകളാണ്, അതായത് ജമ്പർ വയർ. ജമ്പർ വയർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കാനുണ്ട് 3 ടൈപ്പ് ജമ്പർ വയർ ഉണ്ട്. ആ 3 ടൈപ്പും കാണിച്ചു തരാം. ഈ രീതിയിൽ കാണുന്നതാണ് മെയിൽ ടു മെയിൽ എന്ന് പറയുന്നത്. ഇവിടെ 2 ഭാഗത്തും ഈ 2 എൻഡിലും നമുക്ക് ഇത്തരത്തിലുള്ള പിന്നുകൾ കാണാം. ഇത് മെയിൽ ടു മെയിൽ ആണ്. ഓക്കെ, അതേപോലെ അത് കൂടാതെ ഈ രീതിയിൽ കാണുന്ന ഈ ഒരു എൻഡും ഈ ഒരു എൻഡിലും ഹോൾസ് വരുന്ന ഈ രീതിയിൽ കാണുന്നതാണ് നമ്മുടെ ഫീമെയിൽ ടു ഫീമെയിൽ എന്ന് പറയുന്ന ജമ്പർ വയർ. അതേപോലെ നമ്മുടെ കിറ്റിൻ്റെ അകത്ത് മറ്റൊന്നുണ്ട്, ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയർ. നമുക്ക് തന്നിട്ടുള്ള പ്രവർത്തനത്തിൽ ഏതാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഡയഗ്രത്തിൽ ഏതാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഡയഗ്രം നോക്കി മനസ്സിലാക്കിയിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു പ്രവർത്തനത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മെയിൽ ടു മെയിൽ ജമ്പർ വയർ ആണ്. 2 എണ്ണം മാത്രം മതി. ക്ലിയർ? ഇനി നമുക്ക് വേണ്ടത് LED ആണ്. LED എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ റെഡ് കളർ ആയിട്ടുള്ള LED ആണ് യൂസ് ചെയ്യുന്നത്. LEDയിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് LEDക്ക് 2 ടെർമിനൽ ഉണ്ട്. ഇതിൽ ഈ നീളം കൂടിയ ടെർമിനലിലെ ഇതിനെയാണ് നമ്മൾ ആനോഡ് എന്ന് വിളിക്കുന്നത്. ഈ ചെറിയ ഭാഗമുണ്ട് നീളം കുറഞ്ഞത്, ഇതാണ് നമ്മുടെ കാത്തോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ആനോഡ് പോസിറ്റീവിലേക്കും കാത്തോഡ് നെഗറ്റീവിലേക്കും ആയിരിക്കും നമ്മൾ സാധാരണ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമായുള്ള ഒന്നാണ് റെസിസ്റ്റർ. ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ റെസിസ്റ്റർ അഥവാ പ്രതിരോധകം. ഓക്കെ, ഈ സർക്യൂട്ട് റെഡിയാക്കുമ്പോൾ നമ്മുടെ LEDയിലേക്ക് അമിതമായിട്ടുള്ള വൈദ്യുത പ്രവാഹം കാരണം LED നശിച്ചു പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഡയഗ്രത്തിലുള്ളതുപോലെ നമുക്ക് കണക്ട് ചെയ്യാം. ആദ്യം ഞാനിവിടെ LED ആണ് എടുക്കുന്നത്. ചിത്രത്തിൽ എന്താണോ ഉള്ളത് അതേപോലെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ഈ LEDൻ്റെ ആനോഡ് ഉണ്ട് അല്ലേ, അതായത് ഈ നീളം കൂടിയ ഈ സൈഡിലുള്ള ടെർമിനൽ. ഈ ആനോഡിനെ ഞാനിതാ ഇവിടെയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ചിത്രത്തിലുള്ള അതേ ഭാഗത്ത് തന്നെ ഞാനിവിടെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അതാകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇവിടെ ഈ സിയുടെ നേരെ ഇവിടെ കണക്ട് ചെയ്തു. അതിൻ്റെ കാത്തോഡ് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് തൊട്ടടുത്തതിലാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? കറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് അകലെ കണക്ട് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ബാക്കിയുള്ള വയേഴ്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് ജമ്പർ വയർ കണക്ട് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്ലിയർ? അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ ആനോഡും കുറച്ച് ഇപ്പുറത്തായിട്ട് കാത്തോഡും കണക്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഇനി നമുക്ക് കൃത്യമായിട്ട് അതിന് റെസിസ്റ്റർ കണക്ട് ചെയ്ത് കൊടുക്കണം. റെസിസ്റ്റർ എടുക്കുക. റെസിസ്റ്റർ എടുത്ത ശേഷം നമ്മൾ ആനോഡ് കണക്ട് ചെയ്തിട്ടില്ലേ, ചിത്രത്തിൽ പറയുന്നത് ഈ ആനോഡിൻ്റെ അതേ ലൈനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസിസ്റ്റർ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഈ ഒരു ഹോളിലേക്ക് നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ അടുത്ത എൻഡ് തൊട്ടടുത്തതിലേക്ക്, അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അതിനപ്പുറമുള്ള ഈ 5 ഹോളുകളിൽ ഒന്നിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ക്ലിയർ? ചിത്രത്തിൽ ഉള്ളതുപോലെ കണക്ട് ചെയ്തു എന്ന് മാത്രം. ഓക്കെ അല്ലേ? ഇതേപോലെ കണക്ട് ചെയ്യാം റെസിസ്റ്റർ. ഇനി അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ള ജമ്പർ വയർ എടുത്തിട്ട് നമ്മുടെ ആർഡുയിനോ ബോർഡുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളർ ജമ്പർ വയർ എടുത്തിട്ടുണ്ട്. ചിത്രത്തിൽ ബ്ലാക്ക് കൊടുത്തതുകൊണ്ട് ബ്ലാക്ക് എടുത്തു എന്ന് മാത്രം. ഇനി ഈ ഒരു ബ്ലാക്ക് എടുത്തിട്ട് നമ്മുടെ കാത്തോഡില്ലേ, ഇപ്പുറമുള്ള ഈ ഒരു ചെറിയ ടെർമിനൽ, ഈ ഒരു കാത്തോഡ് വരുന്ന ലൈനിലേക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ,
ക്ലിയർ അല്ലേ? ആ കാത്തോഡ് ഇവിടെ നമ്മൾ ആ 5 എണ്ണം ഉണ്ട്. ആ 5 എണ്ണത്തിൽ ആ കാത്തോഡ് കണക്ട് ചെയ്തിട്ടുള്ള അതേ ലൈനിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെയുള്ള ആ നേരെയുള്ള ഒരു ഹോളിൽ ഇവിടെ ഞാൻ ഈ ഒരു ജമ്പർ വയർ കണക്ട് ചെയ്തു. ഇത് നമ്മൾ എങ്ങോട്ടേക്കാണ് കണക്ട് ചെയ്യുന്നത്? നമ്മുടെ ആർഡിനോ ബോർഡിലുള്ള ഗ്രൗണ്ടിലേക്കായിരിക്കും. ക്ലിയർ? ആർഡിനോ ബോർഡിൽ ഗ്രൗണ്ട് 3 എണ്ണം കാണാൻ പറ്റും. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അതേപോലെ ഇവിടെയായിട്ട് 2 ഗ്രൗണ്ടുകൾ കാണാം. ക്ലിയർ? അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഡയഗ്രത്തിലുള്ളത് ഇവിടെയുള്ള ഈ ഒരു ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യാനാണ്. അതുകൊണ്ട് ഇതാ ഇവിടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ? ഇനി നമുക്ക് 5 വോൾട്ട് ഇവിടെ കൊടുക്കാനുണ്ട്. 5 വോൾട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തില്ലേ, ഈ റെസിസ്റ്ററിൻ്റെ ഈ ഒരു എൻഡ് വരുന്ന ഈ ഒരു ലൈനിൽ നിന്ന് തന്നെ ഈ ഒരു നേരെയുള്ള ഈ ഒരു ഹോളിൽ നിന്നാണ് ഞാനിവിടെ 5 വോൾട്ട് എടുക്കുന്നത്. ക്ലിയർ? ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ ഒരു ലൈനിൽ ഏതെങ്കിലും ഒരു ഹോളിൽ, അത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഹോളിൽ നിന്ന് നമുക്ക് എടുക്കാം. ക്ലിയർ? ഇത് നേരെ എടുത്ത് 5 വോൾട്ടിലേക്ക് കൊടുക്കുക. 5 വോൾട്ടിലേക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഭാഗത്ത് നിങ്ങൾക്ക് 5 വോൾട്ട് ഉണ്ട്, 3.3 ഒക്കെ ഉണ്ട്. നമ്മുടെ ഡയഗ്രത്തിൽ പറയുന്നത് 5 വോൾട്ടിലേക്ക് കൊടുക്കാനാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നേരെ 5 വോൾട്ടിൽ ഇത് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമ്മുടെ ഈ ഒരു ആർഡിനോ യുനോ ബോർഡിനെ നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു USB കേബിൾ. ഈ കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ആർഡിനോ ബോർഡിനെ നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാം. ആർഡിനോ ബോർഡിനെ ഞാനിവിടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു LED പ്രകാശിച്ചത് കാണാം. അതായത് വേറെ പ്രോഗ്രാമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മുടെ USB കേബിൾ വെച്ച് കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആർഡിനോ യുനോയിലേക്ക് പവർ കിട്ടി. അപ്പം തന്നെ നമ്മുടെ LED പ്രകാശിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് ഇത്തരത്തിലൊരു LED ഇങ്ങനെ കത്തി നിൽക്കുന്ന സർക്യൂട്ടുകൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്രയേ ചെയ്യാനുള്ളൂ. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെ ഒരു LED കെടുന്നൊന്നുമില്ല അല്ലേ, ഫുൾ ടൈം അങ്ങോട്ടേക്ക് കത്തി നിൽക്കുന്നതാണ്. അതെന്തുകൊണ്ടാണ്? ഇവിടെ LED-യിലേക്ക് നമ്മൾ 5 വോൾട്ട് ആണ് കൊടുക്കുന്നത് അല്ലേ, 5 വോൾട്ടിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് 5 വോൾട്ട് പവർ കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ LED-ക്ക് കിട്ടിക്കൊണ്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് കെട്ടുപോകാതെ ഇങ്ങനെ കത്തിക്കൊണ്ടേ നിൽക്കുന്നത്. എന്നാൽ ബ്ലിങ്ക് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് LED-നെ മാറ്റണമെങ്കിലോ, അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു ടൈമിലേക്ക് അത് കെടുക, ആവശ്യമുള്ളപ്പോൾ കത്തുക, ആ രീതിയിലേക്ക് മാറ്റണമെങ്കിൽ നമ്മളിവിടെ 5 വോൾട്ടിൽ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, 5 വോൾട്ട് ആകുമ്പോൾ 5 വോൾട്ട് ആ ഒരു 5 വോൾട്ട് പവർ കോൺസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമായ രീതിയിൽ ആവശ്യമുള്ളപ്പോൾ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ് ഡിജിറ്റൽ പിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 വോൾട്ടിന് പകരം നമ്മൾ ഡിജിറ്റൽ പിന്നിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം യൂസ് ചെയ്തുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ ഇതിനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചാപ്റ്ററിലെ അടുത്ത ആക്ടിവിറ്റിയാണ്. അതായത് ഈ ഒരു LED-നെ എങ്ങനെ കൃത്യമായ സമയത്ത് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്, ഇത്ര മാത്രം ചെയ്താൽ മതി. ഇവിടെ നമ്മൾ 5 വോൾട്ടിൽ ജമ്പർ വയർ കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് നേരെ ഇങ്ങോട്ടേക്ക് അഴിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ഡിജിറ്റൽ പിന്നുകൾ കാണാം. ഡിജിറ്റൽ പിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 0 മുതൽ 13 വരെയുള്ളത് ഡിജിറ്റൽ പിന്നുകളാണ്, ഡിജിറ്റൽ IO പിൻ. ഓക്കെ, ഈ ഡിജിറ്റൽ പിന്നുകളിൽ 0 മുതൽ 13 വരെയുള്ളത് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൊടുത്തിട്ടുള്ളത് 13 എന്ന ഡിജിറ്റൽ പിന്നിൽ കണക്ട് ചെയ്യാനാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു ഡയഗ്രാം നോക്കാം. 13ലേക്ക് ഞാൻ കണക്ട് ചെയ്യുന്നു. ഒന്നുമില്ല, 5 വോൾട്ടിൽ നിന്ന് ഈ ഒരു ജമ്പർ വയർ ഇങ്ങോട്ടേക്ക് അഴിച്ചെടുത്ത് നേരെ 13 എന്ന് പറയുന്ന ഡിജിറ്റൽ പിന്നിലേക്ക് കണക്ട് ചെയ്തു. 13. ഓക്കെ, അത്രയേ ചെയ്തിട്ടുള്ളൂ. കാര്യം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, കൺഫ്യൂഷൻ ആവേണ്ട, എന്താണ് ഇവിടെ ചെയ്തതെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും നമ്മൾ ഈ ഒരു ആർഡിനോ യുനോനെ നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് USB കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ USB കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സർക്യൂട്ടിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല, അത് LED കത്തുന്ന പോലുമില്ല. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു LED-നെ ആവശ്യമുള്ളപ്പോൾ ഓൺ ചെയ്യാനും ആവശ്യമുള്ളപ്പോൾ ഓഫ് ചെയ്യാനും പറ്റും. അതിന് ആവശ്യമായുള്ള നിർദ്ദേശങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കൊടുക്കണം. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പിക്ടോബ്ലോക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ലാപ്ടോപ്പിനകത്ത് പിക്ടോബ്ലോക്സ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എന്നാലും നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് അത് പഠിക്കാം. താഴെ ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. പിക്ടോബ്ലോക്സ് എന്ന് സെർച്ച് ചെയ്തെടുക്കുക. ഓക്കെ, സാധാരണ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ എടുക്കുന്നത് പോലെ സെർച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതിൽ ആദ്യം തന്നെ ബ്ലോക്ക് കോഡിംഗ് ഉണ്ട്, അത് ചൂസ് ചെയ്യാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോകേണ്ടത് ബോർഡ് എന്ന് പറയുന്ന ഭാഗത്താണ്. ഇവിടെ ബോർഡ് എന്ന് കാണാം, ഈ ബോർഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആർഡിനോ യുനോ എന്ന് കാണാം. നമ്മുടെ ബോർഡ് ആർഡിനോ യുനോ എന്ന് പറയുന്ന ബോർഡാണ്, അത് ചൂസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഇവിടെ ചെറിയൊരു പോപ്പപ്പ്, ഒരു കുഞ്ഞ് വിൻഡോ വരുന്നുണ്ട്. അവിടെ നമ്മൾ കണക്ട് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ഡിവൈസ് കാണാൻ പറ്റും. അതാണ് പറഞ്ഞത്, ആദ്യം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ആർഡിനോ ബോർഡിനെ നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഈ രീതിയിൽ കാണാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഒരു കണക്ട് ബട്ടൺ ഉണ്ട്, ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. കഴിഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സംശയമൊന്നുമില്ലല്ലോ. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇവിടെ 2 മോഡുകൾ നിങ്ങൾക്ക് കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 മോഡുകൾ, സ്റ്റേജ് മോഡും അപ്ലോഡ് മോഡും.
എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? സ്റ്റേജ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് മോഡിലാണ് നിങ്ങൾ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു പ്രോഗ്രാം കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർഡിനോ യുനോ ബോർഡിനെ നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അതിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ഇവന്റിൻ്റെ അകത്ത് ഇവന്റ് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കില്ലേ, ഈ ബ്ലോക്ക് ആക്റ്റീവ് ആവുന്നത് നമ്മുടെ സ്റ്റേജ് മോഡിൽ മാത്രമായിരിക്കും. എന്നാൽ അപ്ലോഡ് മോഡിലേക്ക് വരുമ്പോൾ അത് കണ്ടില്ല, അത് ഡിസേബിൾ ആയി. ഓക്കെ, ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അപ്ലോഡ് മോഡിലേക്ക് വരുന്ന സമയത്തോ, അപ്ലോഡ് മോഡിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കോഡിനെ അപ്ലോഡ് കോഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ യൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. എങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നത്? നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത കോഡുകളൊക്കെ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ നമ്മുടെ ആർഡിനോ യുനോ ബോർഡിൻ്റെ മെമ്മറിയിലേക്ക് സ്റ്റോർ ആവും. അങ്ങനെ മെമ്മറിയിലേക്ക് സ്റ്റോർ ആയാലുള്ള ഗുണം എന്താ? നമുക്ക് ലാപ്ടോപ്പ് അവിടെ വേണമെന്നില്ല, നമ്മുടെ USB കേബിൾ ഉപയോഗിച്ച് ലാപ്ടോപ്പ് കണക്ട് ചെയ്യണമെന്നില്ല. ഈ ഒരു ആർഡിനോ യുനോ ബോർഡിലേക്ക് ഒരു പവർ കിട്ടിക്കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഈ കോഡുകളൊക്കെ ആർഡിനോൻ്റെ മെമ്മറിയിലേക്ക് അപ്ലോഡ് ചെയ്തതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് വർക്ക് ചെയ്തോളും. ഇതാണ് വ്യത്യാസം. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ അപ്ലോഡ് മോഡിലാണ് ഇവിടെ കാണുന്ന, അതായത് ഈ ആർഡിനോ യുനോ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് കാണുന്ന വെൻ ആർഡിനോ യുനോ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കില്ലേ, ഈ ഒരു ബ്ലോക്ക് നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്ലോഡ് മോഡിലാണ്. സ്റ്റേജ് മോഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ബ്ലോക്ക് വർക്ക് ചെയ്യില്ല. കണ്ടില്ല, അത് ഡിസേബിൾ ആയി, വർക്ക് ചെയ്യില്ല. ജസ്റ്റ് ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക, ചിലപ്പോൾ തിയറിയിൽ ചോദിക്കും. ഓക്കെ, അധികം കൺഫ്യൂഷൻ ആവേണ്ട, നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യത്തെ പ്രവർത്തനം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്ലോഡ് മോഡിലാണ്. നേരെ അപ്ലോഡ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരാം. ക്ലിയർ? ഇപ്പം നമ്മളുള്ളത് അപ്ലോഡ് മോഡിലാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് പഠിക്കാം. ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നത് വെൻ ആർഡിനോ യുനോ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോക്കാണ്. ഇത് പിടിച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ക്ലിയർ? പിടിച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇത് കുറച്ചും കൂടി വലുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നിങ്ങൾക്ക് ഈ രീതിയിലുള്ളൊരു പോപ്പപ്പ് വരും. ഇത് കൃത്യമായിട്ട് നോക്കി. ഇങ്ങനെ ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടെൻഷൻ അടിക്കും. ഒന്നുമില്ല, ഇത് ക്ലോസ് ചെയ്താൽ മതി, ഒന്നുമില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്ത് നമുക്ക് വേണം. ഇങ്ങനെ വന്നിട്ട് അതുകൊണ്ടാണ് ഇത് കാണിച്ചു തന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ബ്ലോക്ക് നമ്മൾ യൂസ് ചെയ്തു. വലുതായിട്ട് കാണാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് വലുതായിട്ട് നമുക്ക് കാണാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ബ്ലോക്ക് എന്താ? ഫോർ എവർ എന്ന ബ്ലോക്ക് വേണം. എന്തൊക്കെയോ ചെയ്യുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും, പക്ഷേ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരാം. ആദ്യം നമുക്കിത് മൊത്തം ഒന്ന് കണക്ട് ചെയ്ത് സെറ്റാക്കാം. ഫോർ എവർ ബ്ലോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് ഇവിടെ നിന്ന് ആവശ്യമായിട്ടുള്ള ബ്ലോക്കുകൾ ഇങ്ങനെ ഈ ഒരു സൈഡിൽ നിന്ന് ക്ലിക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഇനി അഥവാ നിങ്ങൾക്ക് എക്സാമിന് ഏത് ഭാഗത്തായിരുന്നു ഈ ബ്ലോക്കുകൾ ഉള്ളത് എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ സെർച്ച് കാണാം. സെർച്ചിലേക്ക് പോയാൽ നമുക്ക് ആവശ്യമായുള്ള ബ്ലോക്കുകൾ സെർച്ച് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് ഫോർ എവർ അല്ലേ വേണ്ടത്? സോ ഞാനിവിടെ ഫോർ എവറിൻ്റെ ആദ്യത്തെ ഒരു 2-3 ലെറ്റേഴ്സ് അടിക്കുമ്പോൾ തന്നെ ഫോർ എവർ വരുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ പിടിച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് സെറ്റ് ഡിജിറ്റൽ പിൻ 13 ഔട്ട്പുട്ട് ആസ് ഹൈ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് വേണം. ആ ബ്ലോക്ക് ഉണ്ടാവുന്നത് ആർഡിനോ യുനോ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയായിട്ട് സെറ്റ് ഡിജിറ്റൽ പിൻ 13 ഔട്ട്പുട്ട് ആസ് ഹൈ എന്ന് പറയുന്ന ബ്ലോക്ക് കാണാം. ഇത് പിടിച്ച് വലിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വെയിറ്റ് 1 സെക്കൻഡ്സ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്. ആ വെയിറ്റ് 1 സെക്കൻഡ്സ് എന്ന ബ്ലോക്ക് എവിടെയാണുള്ളതെന്ന് അറിയില്ലെങ്കിൽ സെർച്ച് ചെയ്തെടുത്താലും മതി. ഓക്കെ, ഞാനിവിടെ വെയിറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരുന്നുണ്ട്. കണ്ടില്ലേ, കൺട്രോൾ എന്ന ഭാഗത്താണ് ഈ ഒരു ബ്ലോക്ക് ഉണ്ടാവുന്നത്. അത് പിടിച്ച് വലിച്ച് ഇതിൻ്റെ അടിയിലേക്ക് ഫോർ എവറിൻ്റെ ഉള്ളിൽ തന്നെ, പക്ഷേ ഇതിന് തൊട്ട് താഴെയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കി, ഈ 2 ബ്ലോക്കുകൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ചേഞ്ച് വരുത്തിയെന്ന് മാത്രം. അപ്പോൾ സെയിം ബ്ലോക്കുകളാണെങ്കിൽ നമുക്കിങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുവരണം എന്നില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താലും മതി. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേണ്ടി ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക്, ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ആ ഒരു കോഡിനെ മാത്രം ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെ 13 ഹൈ ആണ്, എന്നാൽ ഇവിടെ 13 ലോ ആണ്. ലോ ആക്കിയിട്ട് കൊടുക്കാം. ലോ. ഓക്കെ, ഇപ്പം ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും, എന്നാലും നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഇവിടെ എന്താ സംഭവിച്ചുള്ളതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം നമുക്ക് ആവശ്യമായുള്ള കോഡുകളൊക്കെ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്ലോഡ് മോഡിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഈ കോഡിനെ നേരെ നമ്മുടെ ആർഡിനോ യുനോ ബോർഡിൻ്റെ മെമ്മറിയിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇത്രയേ ചെയ്യാനുള്ളൂ. ഇവിടെ കാണുന്ന അപ്ലോഡ് കോഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി. അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നോക്കിയേ, നമ്മുടെ ഈ ഒരു LED കൃത്യമായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഓരോ സെക്കൻഡ് ഇടവേളകളിലായിട്ട് അതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് കോഡ് നോക്കാം.
ആദ്യം തന്നെ നമ്മൾ കൊടുത്തത് വെൻ ആർഡിനോ യുനോ സ്റ്റാർട്ട്. നമ്മുടെ ഒരു ആർഡിനോ യുനോ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് എന്ത് വേണം? ഫോർ എവർ എന്ന് പറയുന്ന ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഫോർ എവർ ബ്ലോക്ക് എന്തിനാ? ഈ ഫോർ എവർ ബ്ലോക്കിന്റെ അകത്ത് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വെക്കും. അതായത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ലൂപ്പ് പോലെ. അതിനകത്ത് എന്താ കൊടുത്തേ? സെറ്റ് ഡിജിറ്റൽ പിൻ 13. ഈ ഡിജിറ്റൽ പിൻ 13 നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ ഡിജിറ്റൽ പിൻ 13 എന്ന് കൊടുത്തത് എന്തുകൊണ്ടാ? നമ്മളിവിടെ LED നേരത്തെ 5 വോൾട്ട് എന്ന് അഴിച്ചെടുത്തിട്ട് ഡിജിറ്റൽ പിൻ 13ലേക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ പിൻ 13 നമുക്ക് ഓൺ ചെയ്യാനും, അതായത് ഡിജിറ്റൽ പിന്നുകൾ നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മളിവിടെ 13ലാണ് കണക്ട് ചെയ്തത്. അതുകൊണ്ട് 13 എന്ന് ഇവിടെ കൊടുത്തു. ഔട്ട്പുട്ട് ആസ് ഹൈ. ഔട്ട്പുട്ട് ആസ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LED കത്തുക. ഡിജിറ്റൽ പിൻ 13ന്റെ ഔട്ട്പുട്ട് ഹൈ കൊടുത്താൽ LED കത്തും. ക്ലിയർ? അങ്ങനെ കത്തിയിട്ട് എത്ര സെക്കൻഡ് വെയിറ്റ് ചെയ്യണം? 1 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അങ്ങനെ കത്തി 1 സെക്കൻഡ് നിൽക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? സെറ്റ് ഡിജിറ്റൽ പിൻ 13 ഔട്ട്പുട്ട് ആസ് ലോ. അതായത് LED കെടുക, ഓഫ് ചെയ്യുക. ഔട്ട്പുട്ട് ഓഫ് ചെയ്യുക. ആ ഒരു 13 ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് എത്ര സെക്കൻഡ്? 1 സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡ് അത് ഓഫായിട്ട് നിൽക്കും. ഈ കാര്യം വീണ്ടും 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 നടക്കണം എന്നുള്ളതാണ് നമ്മൾ ഫോർ എവറിൻ്റെ ഉള്ളിൽ ഇട്ടത്. അതുകൊണ്ടാണ് നമ്മുടെ LED ഇങ്ങനെ ഓരോ സെക്കൻഡ് ഇടവേളകളിൽ അത് കത്തുകയും കെടുകയും ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയേ ചെയ്യാനുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു സർക്യൂട്ട് റെഡിയാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലുള്ള ആദ്യത്തെ 2 ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മളിപ്പം LED ബ്ലിങ്ക് ചെയ്യിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഇതേ കോഡ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് ബസർ മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതായത് ബീപ് ബീപ് ബീപ്സ് പോലുള്ള സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സൗണ്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് ബസർ എന്ന് പറയുന്നത്. ഈ ബസർ മൊഡ്യൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ആവശ്യമുള്ളപ്പോൾ ആ ഒരു സൗണ്ട്, ആവശ്യമുള്ള ഇടവേളകളിൽ സൗണ്ട് ബീപ് എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കാനും, ആവശ്യമുള്ളപ്പോൾ എങ്ങനെയാണ് നമുക്കത് ഓഫ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യമായുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഡയഗ്രം നോക്കുക. ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. അതിലുള്ള കാര്യങ്ങളെ എടുത്തിട്ടുള്ളൂ. ഏറ്റവും പ്രധാനമുള്ളത് ഇവിടെ ബസർ മൊഡ്യൂളാണ്. ബസർ മൊഡ്യൂളിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ഈ ഒരു 3 പിന്നുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ ഇവിടെ ഗ്രൗണ്ട് കാണാം. GND മീൻസ് ഗ്രൗണ്ട്. പിന്നെ IO ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട്. പിന്നെ കാണാൻ പറ്റുന്നത് VCC ആണ്. VCC നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആർഡുയിനോ യുനോ ബോർഡിന്റെ 5 വോൾട്ടിലേക്കായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് GND മീൻസ് ഗ്രൗണ്ട് ആണ്. അത് നമ്മൾ കണക്ട് ചെയ്യുന്നത് ആർഡുയിനോ യുനോ ബോർഡിന്റെ ഗ്രൗണ്ടിലേക്ക് തന്നെയാണ്. നടുവിൽ കാണുന്ന IO ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട്. അത് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഡിജിറ്റൽ പിന്നിലാണ്, ആർഡുയിനോ യുനോ ബോർഡിന്റെ ഡിജിറ്റൽ പിൻ. കാരണം അത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ബസർ മൊഡ്യൂളിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളപ്പോൾ സൗണ്ട് വരുത്താനും അതേപോലെ ഓഫ് ചെയ്യാനും ഒക്കെ പോകുന്നത് ഈ IO പിൻ ഉപയോഗിച്ചിട്ടാണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ, അതായത് ബസർ മൊഡ്യൂൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ആർഡുയിനോ യുനോ ബോർഡ് കണക്ട് ചെയ്യാനുള്ള USB കേബിൾ, 3 ജമ്പർ വയേഴ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. ജമ്പർ വയേഴ്സ് എന്ന് പറയുമ്പോൾ സർക്യൂട്ട് കൃത്യമായിട്ട് നോക്കുക. നമുക്ക് ഇവിടെ വേണ്ടത് മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയർ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഈ ജമ്പർ വയേഴ്സിനെ നമ്മുടെ ബസർ മൊഡ്യൂളായിട്ട് കൃത്യമായിട്ട് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കളർ ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന സെയിം കളർ എടുത്തു എന്ന് മാത്രം. ഇനി ഇത് കൃത്യമായിട്ട് ഇവിടെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് കൃത്യമായിട്ട് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? നമ്മുടെ ഡയഗ്രത്തിൽ എന്താണോ ഉള്ളത് ആ ഡയഗ്രത്തിലുള്ളത് പോലെ നമുക്ക് നമ്മുടെ ആർഡുയിനോ ബോർഡുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. നമ്മുടെ ആർഡുയിനോ ബോർഡ് ഇവിടെ ഉണ്ട്. ഇതിൽ ചുവന്ന വയർ, ഈ ചുവപ്പ് വയർ ഞാൻ കൊടുത്തിട്ടുള്ളത് VCCയിലേക്കാണ്. അതുകൊണ്ട് ഈ വയർ നേരെ, ഈ ഒരു ജമ്പർ വയർ നേരെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ആർഡുയിനോ ബോർഡിന്റെ 5 വോൾട്ടിലേക്കായിരിക്കും. ഇവിടെയായിട്ട് നമുക്ക് ആർഡുയിനോ ബോർഡിന്റെ 5 വോൾട്ട് കാണാം. ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ 5 വോൾട്ടിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. 5 വോൾട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ബ്ലാക്ക് ജമ്പർ വയർ ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഗ്രൗണ്ടിലാണ്, GND. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതും നമ്മൾ നേരെ ഇവിടെ തന്നെയുള്ള ഗ്രൗണ്ടിലേക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇവിടെ തന്നെയുള്ള ഗ്രൗണ്ടിലേക്ക് കൊടുത്തു. ഇനി ഇവിടെ നടുവിൽ നിന്ന് വരുന്ന IO പിന്ന്, അത് ഞാനിവിടെ ഗ്രീൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു IO പിന്ന് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഡിജിറ്റൽ പിന്നിലേക്കായിരിക്കും. നമ്മുടെ ചിത്രത്തിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡിജിറ്റൽ പിൻ 8 ആണ്. 8 തന്നെ കണക്ട് ചെയ്യണമെന്നില്ല. ഇവിടെ ഈ ഒരു ഡയഗ്രത്തിൽ കൊടുത്തത് പ്രകാരം 8ലേക്കാണ് ഞാനിവിടെ കണക്ട് ചെയ്യുന്നത്. നേരെ ഇത് കൊണ്ടുപോയി ഡിജിറ്റൽ പിൻ 8ൽ കണക്ട് ചെയ്യാം. അപ്പോൾ ചിത്രത്തിൽ കാണുന്ന രീതിയിലുള്ള സർക്യൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ USB കേബിൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? ഇനി നമ്മൾ നേരത്തെ LEDക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കോഡില്ലേ, ആ കോഡിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ചെറിയ മാറ്റങ്ങൾ ഇവിടെ വരുത്തിയാൽ മതി. ഓക്കെ, ഇവിടെ ഓൾറെഡി നമ്മളൊന്ന് നമ്മുടെ ബോർഡിനെ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നുകൂടി അത് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കണക്ട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരും. കണക്ട്, അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബോർഡ് കാണാം. ഇതിൽ ജസ്റ്റ് കണക്ട് കൊടുത്താൽ മതി. നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കണക്ട് കൊടുക്കുക. അതേ ഉള്ളൂ, അത് കണക്ട് ആയിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കോഡിൽ ഇത്രയേ ചേഞ്ചസ് വരുത്തുന്നുള്ളൂ. നമ്മൾ നേരത്തെ LED കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 13ലാണ്. എന്നാൽ ഇപ്പം നമ്മുടെ ബസർ മൊഡ്യൂൾ കണക്ട് ചെയ്തിട്ടുള്ളത് 8 എന്ന ഡിജിറ്റൽ പിന്നിലാണ്.
ഇവിടെ കാണാം 8 എന്ന ഡിജിറ്റൽ പിന്നിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവിടെ സെറ്റ് ഡിജിറ്റൽ പിൻ 13 എന്നത് മാറ്റിയിട്ട് 8 കൊടുക്കണം. 8 കൊടുത്തു. അതിന്റെ ഔട്ട്പുട്ട് ആസ് ഹൈ തന്നെ കൊടുക്കുക. ഓക്കെ, ബസർ മൊഡ്യൂളിന്റെ കാര്യത്തിൽ ഹൈ കൊടുത്താൽ ബസർ മൊഡ്യൂൾ മിണ്ടാതെ നിൽക്കും, അതായത് സൗണ്ട് വരൂല. നമുക്ക് തന്നിട്ടുള്ള ബസർ മൊഡ്യൂൾ മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്യുക. ഓക്കെ, അത് കാണിച്ചു തരാം. അതേപോലെ ഇവിടെ സെറ്റ് ഡിജിറ്റൽ പിൻ 13 ഉണ്ട്. ആ 13 മാറ്റി 8 കൊടുക്കുന്നു. എന്തിനാണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ബസർ മൊഡ്യൂളിന്റെ IO, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട്, അത് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡിജിറ്റൽ പിൻ 8ലാണ്. ഇവിടെയും 8 കൊടുക്കുന്നു. ഔട്ട്പുട്ട് ആസ് ലോ കൊടുക്കുന്നു. ഓക്കെ, ഔട്ട്പുട്ട് ആസ് ലോ. വേറെ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. ഇവിടെ 8 എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു. ഇവിടെ രണ്ട് സ്ഥലത്തും 8 കൊടുത്തു എന്ന് മാത്രം. ഇനി നമുക്ക് ഈ ഒരു കോഡിനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആർഡിനോ യുനോ ബോർഡിന്റെ മെമ്മറിയിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ അപ്ലോഡ് കോഡ് എന്ന ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ മാത്രം മതി. ക്ലിയർ അല്ലേ? ഇപ്പം നമുക്ക് കൃത്യമായിട്ട് 1 സെക്കൻഡ് ഇടവേളയിൽ നമ്മുടെ ബസർ മൊഡ്യൂളിന്റെ ശബ്ദം ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡ് ഇടവേളയിൽ നമ്മുടെ ബസർ മൊഡ്യൂളിനെ ബീപ് ബീപ് ചെയ്യിപ്പിക്കാൻ പറ്റും. എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചോദ്യം വരാൻ സാധ്യതയുണ്ട്, നമ്മൾ 1 സെക്കൻഡല്ലേ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്, അത് കുറച്ചും കൂടി കുറക്കാൻ വേണ്ടി പറ്റുമോ? അതായത് വളരെ വേഗത്തിൽ ബീപ് 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 സൗണ്ട് ആക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റുമോ? ആ രീതിയിലുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയേ ചെയ്യാനുള്ളൂ. നേരെ നമ്മുടെ കോഡിലേക്ക് വരിക. കോഡിൽ 1 സെക്കൻഡ് ഉണ്ട് അല്ലേ, അതൊന്ന് കുറച്ച് നോക്കിയേ. ഞാനിപ്പോൾ 0.2 അല്ലെങ്കിൽ 0.3 ഒക്കെ ആക്കി കൊടുത്തു. ഞാനിപ്പോൾ 0.2 ഇവിടെ ആക്കി കൊടുത്തു. അതേപോലെ ഇവിടെ 0.2, ഇവിടെയും 0.2 ആക്കി കൊടുത്തു. മനസ്സിലാക്കേണ്ട കാര്യം, ഈ കോഡിൽ ചെയ്യുന്നത് ആർഡിനോ യുനോ സ്റ്റാർട്ടപ്പ് ഫോർ എവർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഫോർ എവർ ആയിട്ട് എപ്പോഴും നടക്കാൻ വേണ്ടിയാണ്. സെറ്റ് ഡിജിറ്റൽ പിൻ 8 ഔട്ട്പുട്ട് ആസ് ഹൈ. നമ്മുടെ ബസർ മൊഡ്യൂളിന്റെ കാര്യത്തിൽ ഡിജിറ്റൽ പിന്ന് ഹൈ കൊടുത്താൽ മിണ്ടാതെ നിൽക്കും. ഡിജിറ്റൽ പിന്ന് ഇവിടെ നമ്മൾ ലോ ആണ് കൊടുക്കുന്നതെങ്കിലാണ് ബസർ മൊഡ്യൂൾ സൗണ്ട് ഉണ്ടാവുന്നത്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ നമ്മുടെ ബസർ മൊഡ്യൂളിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്, അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 0.2 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ 0.2 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ അപ്ലോഡ് കോഡ് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ സ്പീഡിൽ ബീപ് 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 സൗണ്ട് ഉണ്ടാവുന്ന രീതിയിലേക്ക് നമുക്ക് കിട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സെക്കൻഡ് കുറച്ച് കൊടുത്താൽ മതി. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഈ ലോ കൊടുത്താൽ തന്നെയാണോ നമ്മുടെ ബസർ മൊഡ്യൂളിൽ സൗണ്ട് ഉണ്ടാവുന്നത്? ആ സംശയം തീർക്കാൻ വേണ്ടി ഒരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, കൂടുതൽ ആലോചിച്ച് കൺഫ്യൂഷൻ ആവേണ്ട. അത് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു സംഭവം കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് തൽക്കാലം ഇവിടെ ഈ കോഡുകളൊക്കെ ഒഴിവാക്കുന്നതാണ്. ഓക്കെ, ഈ കോഡൊക്കെ ഞാൻ ഒഴിവാക്കുന്നു. എന്നിട്ട് ഈ ഒരു 3 കോഡുകൾ മാത്രം ഇവിടെ വെച്ചു. ഓക്കെ, ആ ഒരു സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഞാനിവിടെ സെറ്റ് ഡിജിറ്റൽ പിൻ 8 ഔട്ട്പുട്ട് ആസ് ഹൈ കൊടുത്തു. ഇനി ഞാനൊന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്ലോഡ് കോഡ് കൊടുത്തു. ഇപ്പം നമ്മുടെ ബസർ മൊഡ്യൂൾ സൗണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇവിടെ ഞാൻ ഡിജിറ്റൽ പിൻ 8 ഔട്ട്പുട്ട് ആസ് ഹൈ ആണ് കൊടുത്തത്. ഹൈ കൊടുത്തപ്പോൾ മിണ്ടാതെ നിൽക്കുന്നത്, ഒന്നും ആവുന്നില്ല, ഒരു സൗണ്ടും വരുന്നില്ല. എന്നാൽ ഞാൻ ഇതിനെ ലോ ആക്കി കൊടുക്കട്ടെ. ഹൈ മാറ്റിയിട്ട് ഞാൻ ഇവിടെ ലോ ആക്കി കൊടുക്കുന്നു. ഇനി ഒന്ന് അപ്ലോഡ് കോഡ് ക്ലിക്ക് ചെയ്യുന്നു. എന്നാ ഞാൻ കണ്ടില്ലേ, നമ്മൾ ലോ ആക്കി കൊടുത്ത സമയത്താണ് നമ്മുടെ ബസർ മൊഡ്യൂൾ സൗണ്ട് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ രീതിയിലുള്ള ഒരു ബസർ മൊഡ്യൂളാണ് നമുക്ക് നമ്മുടെ റോബോട്ടിക് കിറ്റിൽ ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ?